ആഗോള അയ്യപ്പ സംഗമത്തിലെ കണക്കുകൾ കൈമാറുന്നതിൽ വീഴ്ച സമ്മതിച്ചു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ഓഡിറ്ററുടെ ചോദ്യങ്ങൾക്ക് ബോർഡ് ഉദ്യോഗസ്ഥർ ഉത്തരം നൽകിയില്ല. ആദ്യം സമർപ്പിച്ച ഓഡിറ്റിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ദേവസ്വം കമ്മീഷണറുടെ നേതൃത്വത്തിൽ 3-അംഗ കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ വ്യക്തമാക്കി. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കെല്ലാം ഒറ്റ കാരണക്കാരനേയുള്ളൂ, അത് ദേവസ്വം ബോർഡാണ്. ഓഡിറ്ററുടെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ കട്ടിലിന് 1 ലക്ഷം രൂപയും പരിപാടി നടത്താത്ത നന്ദഗോവിന്ദം ഭജൻസിന് 8 ലക്ഷം രൂപ കൊടുത്തുവെന്നൊക്കെ റിപ്പോർട്ടിൽ എഴുതി വെച്ചത്. ഓഡിറ്റർ പല കുറികളും ചോദിച്ചെങ്കിലും സമയത്തിന് ഇവിടുന്ന് മറുപടി കൊടുക്കുകയോ ഓഡിറ്ററുമായിട്ട് വേണ്ടത്ര ആശയവിനിമയം നടക്കാതെയോ വന്നതുകൊണ്ടാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇപ്പോൾ പ്രതികൂലമെന്ന് തോന്നുന്ന ഒരുപാട് പരാമർശങ്ങൾ കടന്നുകൂടാൻ കാരണം സമയത്തിന് റെക്ടിഫിക്കേഷൻ നടക്കാത്തത് കൊണ്ടാണ്. 8,22,00,000 ധാരണാപത്രം ഒപ്പിട്ട IIIC എന്ന കരാർ കമ്പനി 7,10,00,000 ബില്ല് ദേവസ്വം ബോർഡിന് നൽകി. പക്ഷേ 4,99,00,000 രൂപയെ കൊടുക്കാനാകൂ എന്ന വിചിത്രവാദമാണ് കെ ജയകുമാർ പറയുന്നത്. 4.99 കോടിയിൽ ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ചെലവ് ഞങ്ങൾ അവിടെ വെച്ച് അതിൽ നിലനിർത്തും, അതിൽ നിജപ്പെടുത്തും. മൊത്തം ചിലവായിട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നതാണ് ചിലവ്. ആക്ച്വലി അവർക്ക് അതിൽ കൂടുതൽ ചിലവായിട്ടുണ്ടെന്ന് അവർ പറയുന്നു. ദേവസ്വം കമ്മീഷണർ, അക്കൗണ്ട്സ് ഓഫീസർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരടങ്ങുന്ന കമ്മിറ്റി ഓഡിറ്റിലെ പ്രശ്നങ്ങൾ കണ്ടെത്തും. ഈ മാസം 26-ന് ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകാനാണ് തീരുമാനം. റഹീസ് റഷീദ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.